ധർമ്മശാല ചെറുകുന്ന് റൂട്ടിലേക്കുള്ള അടിപ്പാത മാറ്റി ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന തരത്തിൽ പുനർനിർമ്മിക്കണമെന്ന് CPM തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി. അതേസമയം ഈ ആവശ്യമുന്നയിച്ച് സ്വകാര്യ ബസ് ഉടമകളും തൊഴിലാളികളും നടത്തുന്ന പണിമുടക്ക് തുടരുകയാണ്. നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്ന ധർമ്മശാല കണ്ണപുരം റോഡ് ഈ കാണുന്ന അടിപ്പാതയിലൂടെ ബസ്സുകൾക്കോ വലിയ വാഹനങ്ങൾക്കോ കടന്നു പോകാനാകില്ല. ദേശീയപാത പൂർത്തിയായാൽ ഈ റൂട്ടിലേക്കുള്ള ബസ്സുകൾ ഉൾപ്പെടെ കല്യാശ്ശേരിയിലെത്തി തിരികെ വരുമ്പോൾ ഇരുവശത്തേക്കുമായി 5 കിലോമീറ്ററിലധികം ചുറ്റി സഞ്ചരിക്കേണ്ടി വരും. സമയനഷ്ടവും ഇന്ധനനഷ്ടവും വേറെ. നിരവധി തവണ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ദേശീയപാത അതോറിറ്റിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് CPIM മുന്നിട്ടിറങ്ങുമെന്നും തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറിയായ K. സന്തോഷ്. ഏറ്റവും പ്രധാനപ്പെട്ട പറശ്ശിനിക്കടവ് ക്ഷേത്രം, വിസ്മയ പാർക്ക്, അതുപോലെ തന്നെ സ്നേക്ക് പാർക്ക്, റൂറൽ SP-യുടെ ഓഫീസ്, നീലാർകോട്ടം, കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ സെൻറ്റർ, നീന്തൽ കുളം, അതുപോലെ തന്നെ കോർട്ടുകൾ ഉൾപ്പെടെയുള്ള സ്പോർട്സ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൻ്റെ ഭാഗമായിക്കൊണ്ട് ഉള്ളത്. ഇവിടെയെല്ലാം നിത്യേന നൂറുകണക്കിന് ആളുകളാണ് അതിലൂടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആ റോഡിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു പ്രധാനപ്പെട്ട റോഡെന്ന നിലയിലേക്ക് പരിഗണന കൊടുക്കാതെ PWD റോഡിൻ്റെ ഭാഗമായിക്കൊണ്ട് ഏതാണ്ട് 10 മീറ്റർ വീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ആ റോഡിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രാധാന്യവും കൊടുക്കാതെയാണ് ഈ റോഡ് അതിൻ്റെ മാപ്പ് തയ്യാറാക്കിയിട്ട് ഇത്തരം ഒരു സംവിധാനം അവിടെ ചെറിയൊരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തളിപ്പറമ്പ് MLA MP ഗോവിന്ദൻ ദേശീയപാത നിർമ്മാണ അവലോകന യോഗത്തിലും സമാന വിഷയം ഉന്നയിച്ചിരുന്നു. അതേസമയം ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന സമരം തുടരുകയാണ്. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് മുന്നിട്ടിറങ്ങാനാണ് CPIM ഏരിയ കമ്മിറ്റിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.